പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. നിറത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പേരിൽ ആരെയും മാറ്റി നിർത്തരുത്. ഒരു കഥ കേൾക്കൂ. വനസുന്ദരി. ഡേ നോക്കടി, ഒരു കാക്ക സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നു. ഇവളൊക്കെ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താവും, വെറുതെ സമയം കളയാൻ. വന സൗന്ദര്യറാണി പട്ടത്തിനായി മത്സരിക്കാനെത്തിയ കൗവാലി കാക്കയെ കണ്ട മറ്റു പക്ഷികൾ കളിയാക്കി പറഞ്ഞു, കറുമ്പിക്കാക്ക, ഒരു കുറുമ്പിക്കാക്ക സുന്ദരിമാർക്കൊപ്പം കൂടാൻ വന്നതു കണ്ടോ. വേണ്ട കാക്കേ, വേണ്ട കാക്കേ, സമയം കളയേണ്ട, തീറ്റ കൊത്തി തിന്നാൻ വേഗം പാഞ്ഞു പൊക്കോളൂ. കാക്ക മറുപടി ഒന്നും പറഞ്ഞില്ല. ആദ്യം ഏറ്റവും മിനുസമാർന്ന ചിറകുള്ള പക്ഷികളുടെ മത്സരമായിരുന്നു. സൗന്ദര്യവസ്തുക്കളും ക്രീമുകളും ചായങ്ങളും തേച്ച് ചിറക് വിടർത്തി പ്രദർശനത്തിൽ പങ്കെടുത്ത പക്ഷികൾക്ക് മുന്നിലേക്ക് എണ്ണയിട്ട് മിനുക്കിയ ചിറകുമായി കൗവാലി എത്തി. അതെ, നമ്മുടെ കൗവാലിയായിരുന്നു ഏറ്റവും മിനുസമാർന്ന ചിറകുകളുടെ ഉടമയായത്. അടുത്തത് ഗാനമത്സരമായിരുന്നു. ഏയ് കൗവാലി, നിന്നെപ്പോലെ മറ്റൊരു കറുമ്പി കൂടി വന്നിട്ടുണ്ടല്ലോ, സുന്ദരിപ്രാവ് ചോദിച്ചു. ഇത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി കുക്കു, ഇവളാണ് എനിക്കൊപ്പം പാടുന്നത്. ഓരോ പക്ഷികളും ജോഡിയായി വന്ന് ഗാനങ്ങൾ അവതരിപ്പിച്ചു. കൗവാലിയുടെ ഊഴത്തിൽ അവൾ താളം പിടിച്ചു. കുക്കുക്കുയിൽ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച് ഏവരുടെയും പ്രീതി പിടിച്ചുപറ്റി. ആ ഘട്ടത്തിലും അവർ ഒന്നാമതായി. ഏറ്റവും അവസാന റൗണ്ടിൽ പീക്കുമയിൽ, ലക്കിത്താറാവ്, പിങ്കിത്തത്ത ഉൾപ്പെടെ 7 സുന്ദരികളെന്ന അഹങ്കാരമുള്ള അവർ 7 പേരും കൗവാലിയെ കളിയാക്കാൻ പരസ്പരം മത്സരിച്ചു. അവസാന റൗണ്ട് ബുദ്ധി പരിശോധനയായിരുന്നു. ജീവിതം നിങ്ങളെ എന്തു പഠിപ്പിച്ചു? വിധികർത്താക്കൾ ചോദിച്ചതിന് മറുപടിയായി കൗവാലി പറഞ്ഞു, ഈ പ്രപഞ്ചം എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അവിടെ ചെറിയവനെന്നോ വലിയവനെന്നോ മാറ്റമില്ല. കുലമഹിമയ്ക്കോ ജാതിക്കോ നിറത്തിനോ പ്രാധാന്യം കൊടുക്കുന്നത് മണ്ടത്തരമാണ്. ഓരോരുത്തരും അവരവരുടെ കഴിവുകളിൽ മികച്ചു നിൽക്കുന്നു. മനോഹരമായ മറുപടി കേട്ട് അവരിലൊരാൾ ചോദിച്ചു, മിസ് കൗവാലി ഈ റൗണ്ടിൽ വിജയിച്ചാൽ? ആരും ആരെയും തോൽപ്പിക്കുന്നില്ല, ആരും ജയിക്കുന്നുമില്ല. മറ്റുള്ളവർക്ക് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യാൻ സാധിക്കുക, അതാണ് ഏറ്റവും വലിയ വിജയം. എങ്കിൽ അത് നിങ്ങൾക്ക് സാധിച്ചു. പരിമിതികളെ മറികടന്ന് ബുദ്ധിപൂർവം മുന്നേറിയ മിസ് കൗവാലിയാണ് ഈ വർഷത്തെ കാനന സുന്ദരിക്ക് കിരീടം ചാർത്താൻ കഴിഞ്ഞ വർഷത്തെ സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട കുമാരി ലോറു തത്തയെ ക്ഷണിക്കുന്നു. വിനയത്തോടെ തലകുനിച്ചുകൊണ്ട് കൗവാലി വനസുന്ദരി പട്ടം ഏറ്റുവാങ്ങി. കൃത്രിമ വേഷം കെട്ടിവന്ന മറ്റ് കിളികൾ നാണിച്ച് തല താഴ്ത്തി.